എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. കാരണം ഒന്നും തന്നെ ഞാൻ വീട്ടിൽ ചെയ്യാതിരുന്നൊരു ദിവസമായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ആകെ അപ്സെറ്റായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരുന്നു. റയൻ ഇവിടെ നിന്ന് ഇറങ്ങി, റിച്ചാർഡ് ഷിപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരാനിറങ്ങി. 2 പിള്ളേരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങലും അവിടെ നിന്ന് ഇറങ്ങലും ഒക്കെ ഒന്നിച്ച് സംഭവിച്ചത്. അത് നമ്മുടെ കല്യാണത്തിൻ്റെ ഈ ഒരു സമയത്തായതുകൊണ്ട് വളരെ മാനസികമായിട്ട് ഞാൻ തകർന്നിരുന്നൊരു ദിവസമായിരുന്നു. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ. ഇന്നലെ മൊത്തത്തിൽ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. കൂടുതലും നിങ്ങളുടെ കമൻസ് ഓരോന്നേ വായിക്കുമ്പോഴും എന്നോടൊപ്പം നിങ്ങളും ഒരുപാട് സങ്കടം, അവൻ പോകുന്ന കണ്ടിട്ട് സങ്കടം, എല്ലാം ഒരു സ്വന്തം അമ്മമാരെ പോലെയാണ് നിങ്ങളുടെ ഓരോ കമൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരോടും വളരെയധികം നന്ദി, സ്നേഹം അറിയിക്കുന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഫാമിലിനെയൊക്കെ നിങ്ങൾ സ്വന്തം എന്ന് അങ്ങനെ കാണുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഓരോ കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആകെ പാചകം ചെയ്തത് ഈ ഒരു ഉപ്പുമാവ് മാത്രമാണ്. അതും ഞാൻ വേറെ ഏതോ ലോകത്തു നിന്നാണ് പാചകം ചെയ്യുന്നത്. റവ നോക്കിയപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ, പപ്പക്കും മാത്രമേ കൊടുക്കാനുള്ളൂ. കാരണം പുട്ട് ഉണ്ടാക്കിയാൽ പഴമൊന്നുമില്ല, കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കാതിരിക്കാനായിട്ട്, അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഉപ്പുമാവ് ഉള്ളത് വെച്ചിട്ട് പപ്പക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാണ്, ഞാൻ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പപ്പനെ കൊണ്ട് മേടിപ്പിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ പഴമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഴം വല്ലതും കഴിക്കാം എന്നൊക്കെ വിചാരിച്ചങ്ങനെ നിന്നു. അങ്ങനെ ഞാൻ ഇത്രയും ചെയ്ത് വെച്ചിട്ട് പോയിട്ട് കുളിച്ച് വീട് ഒന്നിനും ഞാൻ നിന്നില്ല. ഒന്നും എനിക്ക് സാധിക്കുന്നില്ല. ആകെ റിച്ചാർഡ് വന്നിട്ട് കിടക്കാനുള്ള റൂം, റയൻ എഴുന്നേറ്റ് പോയ ആ റൂം, അതൊന്ന് വൃത്തിയാക്കിയിട്ട് അത്ര മാത്രമേ ചെയ്തുള്ളൂ. കാരണം പിറ്റേ ദിവസം വരുമ്പോഴേക്കും അവിടെ കിടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന ദിവസം ഒരു 7 മണിക്കാണ്. അപ്പോൾ ഈ 7 മണി ഇന്ന് ബുധനാഴ്ച 7 മണി എന്ന് ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച 7 മണി എന്ന് പറയുമ്പോൾ റയൻ എത്തിയതേ ഉള്ളൂ. റിച്ചാർഡ് കൊച്ചി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ 2 മക്കളും എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റൂബി ഇത്തിരി നേരമൊക്കെ കിടന്ന് ഉറങ്ങണുണ്ട് കേട്ടോ. കാരണം ഇത്തിരി തണുപ്പൊക്കെ ആയിട്ടുണ്ട്, മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് പഴം വരട്ടെ, പപ്പ മേടിക്കാൻ പോയേക്കണേണ്. പിന്നീട് ഞാൻ വിചാരിച്ചത് ഒരു 5-6 മുട്ട ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അന്ന് പിന്നെ 2 മുട്ട എടുത്തിട്ട് കഴിക്കാം എന്നും വിചാരിച്ചിട്ട് വന്നിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത്, ഇതേ മറന്നിരിക്കണമായിരുന്നു, മുട്ടയൊക്കെയുള്ള കാര്യമേ മറന്നിരിക്കണമായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലൊരു 6-7 മുട്ട ഉണ്ട്. ഇപ്പോൾ ഞാൻ മുട്ട മേടിക്കാനും പറഞ്ഞൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ റിച്ചാർഡ് കൂടുതൽ മുട്ടയൊക്കെയല്ലേ കഴിക്കണത്, അപ്പോൾ അങ്ങനെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ചത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയൻ ചൊവ്വാഴ്ച പോയി. ഇവർ 2-3 ദിവസം കൊണ്ടൊക്കെയാണ് അവിടെ എത്തിപ്പെടുക. കാരണം കണക്റ്റിംഗ് ഫ്ലൈറ്റ് മാറി കയറുമ്പോൾ അവിടെ കുറച്ച് മണിക്കൂറുകളോളം അവർക്ക് വെയിറ്റിംഗ് ഉണ്ടാകും. അതെല്ലാം കൂടി കൂട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും 2 ദിവസവും 3 ദിവസമൊക്കെ ആകുമ്പോഴാണ് എത്തേണ്ട സ്ഥലത്ത് എത്തുക. വളരെ അധികം സ്ട്രഗിൾ ചെയ്ത ഒരു യാത്രയായിരുന്നു റിച്ചാർഡിൻ്റെത്. റയന് വലിയ കുഴപ്പമില്ലാതെ റയൻ അവിടെ എത്തിയിട്ടുണ്ട്. കഷ്ടപ്പാട് തന്നെയാണ്. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നമ്മൾ എയർപോർട്ടിൽ 5-6 മണിക്കൂർ കുത്തിയിരിക്കുക, നമുക്ക് പല്ല് തേക്കാൻ പറ്റാതിരിക്കുക, ഇത് നമ്പർ 2 പോകാൻ ഗ്യാസൊക്കെ അടിച്ച് കയറി പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക, യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക. ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് ഷിപ്പിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നത്. കാരണം കമ്പനി കൊടുക്കുന്ന ടിക്കറ്റിലാണ് അവർ വരുന്നത്. ഇപ്പോൾ റയൻ പോയത് ആദ്യം കൊച്ചി എയർപോർട്ടിൽ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്കാണ് പോയത്. പിന്നെ അവിടെ ഒരു 6 മണിക്കൂർ ഇരുന്നതിന് ശേഷം അടുത്ത ഫ്ലൈറ്റിൽ ടർക്കിയിലേക്കാണ് പോയത്. പിന്നെ അതിന് ശേഷം അവിടെ വെയിറ്റിംഗ് ചെയ്തതിന് ശേഷം പിന്നെയാണ് ഈ പനാമയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവൻ എത്തിയത്. റിച്ചാർഡാണ് ഇത്തവണ ആകെ ചുറ്റിപ്പോയത്. കാരണം റിച്ചാർഡിൻ്റെ സൈൻ ഓഫ് വളരെയധികം
ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സൈൻ ഓഫ് കൊടുക്കാത്ത അവസ്ഥയിൽ നമ്മൾ കമ്പനിയിലേക്കൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഈ സൈൻ ഓഫ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 5 ഫ്ലൈറ്റാണ് റിച്ചാർഡിന് കയറി ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ കാര്യം നിങ്ങളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം, വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിച്ചാർഡ് ആദ്യം ഐവറി കോസ്റ്റ്, മറ്റേ നൈജീരിയ, അവിടെ നിന്ന് ഈജിപ്തിലേക്കാണ് ചെന്നത്. ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് അവനൊരു മെസ്സേജ് ഇട്ട്, ഞങ്ങളാകെ ഇവിടെ, ഞാൻ കരച്ചിലായിരുന്നു, ഇന്നലെ മൊത്തത്തിൽ കരച്ചിലായിരുന്നു. ഇത് റിച്ചാർഡിനെ മറ്റേ ഡ്രഗ് പെഡ്ലറാണെന്നുള്ള രീതിയിൽ അവരവിടെ പിടിച്ച്. കാരണം ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടാണ് വരുന്നതെന്ന് അവർക്കറിയാം. പക്ഷേ ഇവൻ ഷിപ്പിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇവൻ ഒറ്റക്കുമായിരുന്നുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടും കിട്ടിയില്ല. ഇവനെ അവർ പിടിച്ച് പൂട്ടി റൂമിലിട്ട്. അവിടെ നിന്ന് അവൻ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ഫ്ലൈറ്റ് വിട്ടു പോകണമെങ്കിൽ എനിക്ക് തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ പോകേണ്ടി വരും, പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള എല്ലാ ഫ്ലൈറ്റുകളും തുടർന്നുള്ള എല്ലാം പോകും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് അങ്ങനെ പപ്പ ഇവിടുന്ന് നമ്പറൊക്കെ അയച്ചു കൊടുത്ത് ഇന്ത്യൻ എംബസിയിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊക്കെ. പക്ഷെ അതിനുള്ള നേരമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത് ഫ്ലൈറ്റിൽ കയറിയാലേ നമ്മൾക്കിനി അബുദാബിയിലാണ് ചെല്ലാനുള്ളത്. അബുദാബിയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ഫ്ലൈറ്റും ക്യാൻസലാകും. അങ്ങനെ റിച്ചാർഡിൻ്റെ കയ്യിൽ നിന്ന് അവർ ഒരുപാട് പൈസ മേടിച്ച്. ഇത് മിക്ക എയർപോർട്ടുകളിലും കാണുന്ന ഒരു ഏർപ്പാടാണെന്ന് പപ്പ പറഞ്ഞു. ഈ പപ്പനെയും ഇവരിങ്ങനെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പപ്പ പറഞ്ഞു. അത് പണ്ടെന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ പപ്പ വീണ്ടും പറഞ്ഞ്, ഇവിടെ സൈൻ ഓഫ് എന്ന് കേട്ടപ്പോൾ തന്നെ പപ്പ പറഞ്ഞു ഇത് പ്രശ്നമാണ്, ഒറ്റക്ക് പോകുമ്പോഴത്തേക്കും അവരിങ്ങനെ കുടുക്കി കളയും നമ്മുടെ ലഗേജ് വരെ നമുക്ക് പിന്നെ ഒരു ധൈര്യം ഉണ്ടാവില്ല, അതിനകത്ത് ഒരു വല്ലതും വെച്ചിട്ട് നമ്മളെ കൊടുക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമൊക്കെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിച്ചാർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ. ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ വളരെ പേടിച്ചാണ് പോകുന്നതെന്നൊക്കെ. സംഭവം അത് തന്നെ സംഭവിച്ച്. ഡ്രഗ് പെഡ്ലർ എന്നുള്ള പേരിൽ റിച്ചാർഡിനെ അവിടെ പൂട്ടി. അങ്ങനെ പിന്നെ ഒരുപാട് പൈസ അവിടെ കൊടുത്തതിന് ശേഷമാണ് റിച്ചാർഡിനെ അവർ റിലീസ് ചെയ്തതും റിച്ചാർഡിനെ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ അനുവദിച്ചു. അവർ പറഞ്ഞത് ഫ്ലൈറ്റ് പോയി, ഇനി നീ തിരിച്ചു പോയിക്കോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ റിച്ചാർഡ് ഈ ആളുകളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. കാരണം ഒരു 40 മിനിറ്റ്സിനുള്ളിൽ നമ്മൾക്ക് ഫ്ലൈറ്റിനകത്ത് അത്ര ടൈമേ ഉള്ളൂ. അങ്ങനെ ഇന്നലെ മൊത്തത്തിൽ ഒരു മുൾമുനയിലായിരുന്നു നമ്മൾ എല്ലാവരും നിന്നത്. ഭയങ്കര ഒരു ടെൻഷനായ ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു $400 $500-നടുത്ത് ഡോളർ, അതായത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൊടുത്ത് ഏകദേശം ഒരു $500-നടുത്ത് അവിടെ കൊടുത്ത് അവർ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടാണ്. എല്ലാ സാധനങ്ങളും കുടഞ്ഞിട്ട് എല്ലാം നോക്കി, എന്നിട്ട് പോലും ഇങ്ങനെ പൈസ കൊടുക്കേണ്ടി വന്ന്. കാരണം അവർ മുറിയിൽ പൂട്ടിയിട്ടേക്കാം, പുറത്തേക്ക് വിടൂല. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി പോയി, ഇനിയിപ്പോൾ ഫ്ലൈറ്റൊക്കെ പോയി, ഇനി എനിക്ക് വരാൻ ഇപ്പോഴൊന്നും പറ്റുമെന്ന് തോന്നണില്ല. അങ്ങനെ അപ്പോൾ ഇതുപോലെ തന്നെ ഷിപ്പിലുള്ള ഒരാളിൻ്റെ യാത്ര ഇങ്ങനെ പാതി വഴിക്ക് വെച്ച് തീർന്ന അയാൾ തിരിച്ച് ഷിപ്പിലേക്ക് പോവുകയാണ് ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് പൈസ കൊടുത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കറക്റ്റായിട്ട് അവർ ക്യൂവിലൊന്നും നിർത്താതെ നേരെ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ കയറ്റി. കാരണം അത്രയും പൈസ കൊടുത്തേക്കണല്ലേ, അതുകൊണ്ട് നേരെ തന്നെ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി കയറ്റി കൊടുത്ത്. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ അടുത്ത് അവർ വന്ന് പറയുന്നുണ്ട്, ക്യൂവിൽ നിൽക്കേണ്ട, നേരെ ആ വഴിയിൽ പോകാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി പൈസ കൊടുത്തതിൻ്റെ പേർക്ക് ക്യൂവിൽ പോലും നിർത്താതെ എന്നെ നേരിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഫ്ലൈറ്റിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് പോണത്. അങ്ങനെ അവിടെ നിന്ന് അവൻ അബുദാബിയിൽ വന്ന്, അബുദാബിയിൽ നിന്ന് മുംബൈയിലെത്തി, മുംബൈയിൽ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റിലാണ് കൊച്ചിയിൽ വന്നത്. കാരണം ആൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം എന്താണ് വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബിന്ദുവിനൊരു മെസ്സേജ് ഇടണം. അതായത് എൻ്റെ സിസ്റ്റർ സഹോദരി ഇത് ഇറ്റലിയിലാണല്ലോ, ആ പുള്ളിക്കാരിക്ക് ഒരു മെസ്സേജ് ഇടണം. കുറേ ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ റിച്ചാർഡിൻ്റെ കാര്യങ്ങൾ ആളെത്തും എന്നൊക്കെ ഒന്ന് മെസ്സേജ് ഇടണം എന്നുണ്ട്. അത് വോയിസിലാണ് സാധാരണ ഇടുക. കുറേ ടൈപ്പ് എനിക്ക് മടിയായിട്ട്. പക്ഷേ എനിക്കൊരക്ഷരം പോലും സംസാരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ തിങ്ങിപ്പൊട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ പുള്ളിക്കാരി ഒരിക്കലും വിളിക്കാത്തൊരു സമയമുള്ളത്.
ഈ സമയത്ത് പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചേക്കുന്നു. അപ്പം ഞാൻ അതിശയിച്ച് പോയി. ഫോൺ എടുത്ത് വെച്ചിട്ട് എനിക്ക് മിണ്ടാനേ പറ്റുള്ളൂ. കാരണം ഞാനിങ്ങനെ വിളിച്ചതോടുകൂടി ഒന്നുകൂടി എനിക്ക് ഇങ്ങനെ തിങ്ങി ഗദ്ഗതപ്പെട്ട് ഞാനിങ്ങനെ മിണ്ടാതെ നിന്നപ്പോൾ എന്ത് പറ്റി സിന്ധു, എന്താണ്? അപ്പോൾ പിന്നെ ഒരു കരച്ചിൽ, ഞാൻ കരഞ്ഞ, അതായത് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ കരഞ്ഞപ്പോൾ പുള്ളിക്കാരി പേടിച്ച്, എന്ത് പറ്റിയടാ, എന്ത് പറ്റി, എന്താണ് കരയണത് എന്നിങ്ങനെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത്രയും എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സൈലൻ്റായിട്ട് നിന്ന് ഒരുവിധം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങിയത്. അങ്ങനെ കുറേ അധികം നേരം. അപ്പോൾ ബിന്ദു പറഞ്ഞു, എനിക്കെന്തോ പോലെ ഒരു വിഷമം തോന്നി. അതൊരു ടെലിപ്പതിയാണ് ശരിക്കും അല്ലേ, നമ്മളിങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുക എന്നുള്ളത്. അങ്ങനെ ബിന്ദുവിൻ്റെ അടുത്ത് കുറേ അധികം നേരം സംസാരിച്ച് കുറേ കരഞ്ഞ്. അപ്പോൾ ഈ കരയുന്നു എന്ന് കേൾക്കുമ്പോൾ കുറേ പേര് വിചാരിക്കും ഇത് കരയാൻ വേണ്ടി എന്താ കാര്യം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര പോയി അത് 5-6 മാസം കഴിയുമ്പോൾ വരും, പിന്നെന്താ പ്രശ്നം എന്നൊക്കെയുള്ള. പക്ഷേ ചെറിയ കാര്യം മതി. എനിക്കും അതെ, റിച്ചാർഡിനും അതെ. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കരയും, നിപ്പിൽ കരയും. അന്ന് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും എല്ലാത്തിനും ഞങ്ങൾക്ക് രണ്ടാൾക്കും സാധിക്കും. പക്ഷേ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞു പോകും. ഈ ഒരു കുഞ്ഞു കാര്യം മതി, ഞങ്ങൾ അപ്പം കരയും, രണ്ടുപേരും കരയും. അപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട്. കാരണം നമ്മളുടെ അടുത്ത് എതിരിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഒരു സങ്കടമോ വിഷമതകളോ ഒന്നും നമുക്ക് വരില്ല, ന്യായമൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അത് നമ്മളാകെ തകർന്നു പോവുകയും ചെയ്യണം. അപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിലും അവൻ അവിടെ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കല്യാണത്തിൻ്റെ ഈ സമയത്ത് എന്തിനാണ് അത്രയും വില കൂടിയ വാച്ച് മേടിച്ചത്? അതിന് മുൻപാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് മേടിച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് റോജറിന് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് അവന് വേറെ വാച്ച് അവൻ ഇവിടെ നിന്ന് മേടിച്ച്. ഇതിപ്പോൾ ആപ്പിൾ വാച്ചിനേക്കാളും വില കൂടിയ വേറൊരു വാച്ചാണ് ഇപ്പോൾ എടുത്തേക്കണത്. അപ്പോൾ അത് എടുത്തപ്പോഴേ പറഞ്ഞു, എന്താണ് നീ കെട്ടൂലല്ല, പിന്നെ എന്തിനാണ്? അപ്പോൾ ഇപ്പോൾ അവൻ പറഞ്ഞത് അത് ഞാൻ റയന് വേണ്ടി മേടിച്ചതാണ്, ഇനി എനിക്കിപ്പോൾ റയൻ അത് കൊടുക്കാൻ പറ്റൂലല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു കരച്ചില്ല. അവൻ പോയില്ലേ, തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു യാത്ര ഇവർ ഇതുപോലെ ഇന്ന് വരെയും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരാൾ ഷിപ്പിലാണെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് വരുന്ന അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ ഒരു കോയിൻസിഡൻറ്റ് പോലെ ഇവിടെ നിന്ന് ആൾ ഇറങ്ങുക, അവിടെ നിന്ന് ആൾ ഇറങ്ങുക, രണ്ടുപേരും തമ്മിൽ കാണാതെ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടം. പ്രത്യേകിച്ച് കല്യാണം കൂടാൻ പറ്റാതെ ആ കല്യാണത്തിൻ്റെ അറ്റ സമയത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോകേണ്ടി വന്നതും ഒക്കെ ഒരു സങ്കടം, ഒരു വിഷമം. എന്നാൽ അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കല്യാണം കൂടാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കരിയർ അവർ നോക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ്. ഇതെല്ലാം നമുക്കറിയാം. എങ്കിലും അമ്മയുടെ മനസ്സല്ലേ, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുട്ടി മനസ്സ് കരയുമ്പോൾ എൻ്റെ പക്വതയാർന്ന മനസ്സെന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാരമില്ല, വിട്ടുകള, ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാർ എങ്ങനെ സഹിക്കും അവർ? ഇതൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ പക്വതയാർന്ന മനസ്സ് പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ കുട്ടി മനസ്സ് വീണ്ടും ശാഠ്യം പിടിച്ച് മിഠായി വേണം, ടോയ്സ് വേണമെന്ന് പറഞ്ഞ് കരയുന്ന പോലെ എൻ്റെ മക്കളെ എനിക്ക് കാണണം എന്നുള്ള രീതിക്ക് കരയുന്നുണ്ട്. അതവിടെ നടക്കട്ടെ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറിപ്പോൾ റിച്ചാർഡ് വരുമ്പോൾ തന്നെ അല്പം പകുതി ആശ്വാസമായി കഴിഞ്ഞ്. പിന്നെ ഇനി റയൻ പുതിയ ഷിപ്പിലേക്ക് ക്രൂ മെമ്പേഴ്സ് എങ്ങനെയാണ്, പല നാട്ടുകാരല്ലേ, അപ്പോൾ അവരുമായിട്ട് യോജിപ്പുണ്ട എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അറിയുമ്പോഴേ നമുക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ. അച്ചുവിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അതിനകത്തൊരു മുസ്ലിം കുടുംബത്തെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടുത്തെ അമ്മ പറയുന്നത് കേൾക്കാം. ഇവിടെ സങ്കടവും സന്തോഷവും ഒരു ദിവസം തന്നെയാണ് സങ്കടവും സന്തോഷവും. കാരണം ഒരു മകൻ വരുമ്പോൾ ഒരു മകൻ പോകുന്ന ദിവസമാണ്. കാരണം അവിടെ ബിസിനസ്സിന് ആൾ പകരം വേണം. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വരാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ സന്തോഷം സങ്കടം. അപ്പോൾ ഓരോ ഭാര്യമാർക്കും മക്കളുടെ ഒരാൾ ദുഃഖിക്കുമ്പോൾ ഒരാൾ സന്തോഷിക്കും. അപ്പോൾ അത് ഞാൻ അന്നത്തെ സിനിമയിൽ ഞാൻ ഓർക്കണുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് ഒരു കോയിൻസിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കറക്റ്റ് ടൈമിലാണ് ഇവിടെ നിന്ന് റയൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, റിച്ചാർഡ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ റയൻ പനാമയിലെത്തുന്നു,
റിച്ചാർഡ് കൊച്ചിയിലെത്തുന്നു. അതെല്ലാം ഒരേ സമയത്താണ്ട്. ഞാൻ രണ്ടുപേരോടും ഞാനിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ റയൻ കറക്റ്റായിട്ട് അവിടെ എത്തി, റിച്ചാർഡ് കറക്റ്റായിട്ട് കൊച്ചിയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി കല്യാണ തിരക്കുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പം നാളെ 8-ാം തീയതി രാവിലെ തന്നെ റിച്ചാർഡ് പ്രീകാന കോഴ്സിലേക്ക് പോകും. മോളും അവിടെ 2 ആളും കൂടിയാണ് പോകുന്നത്. പിന്നെ അത് 3 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടുള്ള സമയമാണ് ഇനി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്